പ്രണയാന്തരം ഹർഷന്റെ സാക്ഷി. രചന സഞ്ജന ചക്രവർത്തി. അവതരണം സിദ്ധി. അവൾ കയ്യിലിരുന്ന ഫോണിലേക്ക് വിറയലോടെ നോക്കി. അവൾക്ക് തന്റെ കണ്ണുകൾ കാണുന്നത് വിശ്വസിക്കാനായില്ല. താൻ പ്രണയമായി കരുതിയവൻ തന്റെ എല്ലാമെല്ലാമായി കാണുന്നവന്റെ ഫോണിൽ മറ്റൊരു പെൺകുട്ടിയുമായുള്ള ചാറ്റ്സ്. പ്രണയിതാക്കളുടെ ഭാഷ. അവളുടെ കയ്യിലിരുന്ന ഫോണും ബാഗിലിരുന്ന പ്രഗ്നൻസി ടെസ്റ്റ് റിപ്പോർട്ടും ഒരുപോലെ വിറകൊണ്ടു. കണ്ണുനീർ കൊണ്ട് അവളുടെ കാഴ്ച മറഞ്ഞു. മറ്റാരെങ്കിലും അവന്റെ ഫോണിൽ നിന്ന് ചാറ്റ് ചെയ്താണെങ്കിലോ? അവള് ഒരാശ്വാസത്തിനായി ചിന്തിച്ചു നോക്കി. പക്ഷേ അവൻ ഏതു സമയം കൈകളിൽ കൊണ്ടു നടക്കുന്ന ഫോൺ, തനിക്ക് പോലും അന്യമായ അവന്റെ ഫോണിലുള്ളറകൾ, അത് മറ്റൊരാൾ ഉപയോഗിക്കുന്നത് എങ്ങനെ? അവളുടെ മനസ്സിൽ അവന് വേണ്ടി ന്യായവാദങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അവൻ എന്നെ ചതിക്കുമോ? അവളുടെ ഹൃദയം നുറുങ്ങി. എന്തു വേണമെന്നറിയാതെ അവൾ തകർന്നിരുന്നു പോയി. അവളാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ചാറ്റിൽ കാണുന്നത് എന്താണ്? അവൾ പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി. ഇവൾ സാക്ഷി, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ 2ാം വർഷ വിദ്യാർത്ഥിനി, ബിസിനസ്മാനായ പ്രഭചന്ദ്രന്റെയും മീനാക്ഷിയുടെയും ഇളയ മകൾ. അവളുടെ കണ്ണുകൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ ഹർഷനിലേക്ക് നീണ്ടു. ഹർഷവർദ്ധൻ, അവളുടെ എല്ലാമെല്ലാം. അതെ, ആ കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2ാം വർഷ വിദ്യാർത്ഥിനി. അവരുടെ കോളേജ് ഗ്രൗണ്ടിൽ അവൻ ആവേശത്തോടെ ബോൾ പാസ് ചെയ്യുകയാണ്. ഗ്യാലറിയിൽ ഇരുന്ന് അവൾ അവനെ തകർന്ന നോട്ടം നോക്കി. അവൻ ഇതൊന്നും അറിയാതെ കളിയിൽ സ്വയം മറന്ന ആവേശത്തോടെ കൂട്ടുകാരുടെ കൂടെ ഒപ്പം കളിക്കുന്നു. അദൃശ്യമായ ഒരു സിഗ്നൽ കിട്ടിയെന്ന പോലെ പെട്ടെന്ന് അവൻ മുഖമുയർത്തി അവളെ നോക്കി. അവൾ പെട്ടെന്ന് ഫോൺ യൂണിഫോം കോട്ടിന്റെ അടിയിലേക്ക് മറച്ചു. പൊന്നു, ഒരു 30 മിനിറ്റ്സ് കൂടി, ഞാൻ ദേ വരുന്നു, അവൻ വിളിച്ചു പറഞ്ഞു. അവൾ കണ്ണീരോടെ തലയാട്ടി. അവളുടെ കൈ അറിയാതെ അവളുടെ വയറിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഇതെങ്ങനെ അവനോട് ഇനി പറയും? ഞാൻ ഇനി പറയേണ്ടതുണ്ടോ? അവൾക്ക് അറിയില്ലായിരുന്നു എന്തു വേണമെന്ന്. അവൾ വീണ്ടും അവന്റെ ഫോണിലെ ചാറ്റിലേക്ക് നോക്കി. അവൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ചാറ്റ് അവൾക്ക് മുന്നിൽ വീണ്ടും തെളിഞ്ഞു. ഹർഷ, ഐ ലവ് യു. ഐ ലവ് യു ടു. ഹർഷ, ആർ യു ട്രൂലി ഇൻ ലവ് വിത്ത് മീ? മോർ ദാൻ എനിത്തിങ്. ഹർഷ, സാക്ഷി, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം, ഡോണ്ട് വറി. സാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇനി ഒന്നും വായിക്കാൻ വയ്യ. അവൾ ഫോൺ ഓഫാക്കി അവന്റെ ബാഗിനുള്ളിലേക്ക് വെച്ച് എഴുന്നേറ്റു. ഹർഷ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ബോൾ പാസ് ചെയ്യുന്ന ഇടയ്ക്കും. പൊന്നു, എവിടെ പോവാ? അവൻ വിളിച്ചു ചോദിച്ചു. ഹർഷ, മര്യാദ കളിക്ക്, കളി തോൽപ്പിക്കാതെടാ. അവന്റെ കൂട്ടുകാർമാർ അവനെ കളിയാക്കി. അവന്റെ വെപ്രാളം കണ്ട് സാക്ഷി അന്നേരം അവനെ നോക്കി തലവേദന ആണെന്ന് ആംഗ്യം കാണിച്ചു. ഓക്കെ പൊന്നു, ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരാം, അവൻ വിളിച്ചു പറഞ്ഞു. ഹോ, അവന് അവന്റെ ഒരു പ്രേമവും. ഈ കോളേജിൽ നിങ്ങൾ മാത്രമേ കാമുകന്മാരുള്ളൂ, പഞ്ചാര കുഞ്ചൂസ്. എല്ലാവരും കൂടി ഉറക്കെ കളിയാക്കി. അത് കേൾക്കുമ്പോൾ സാധാരണ നാണിച്ച് തലകുനിക്കാറുള്ള സാക്ഷിയുടെ മുഖത്ത് ഒരു നിന്ദാഹാസം വിരിഞ്ഞു. അവളുടെ മുഖം കൂടി. അവൾ പിന്തിരിഞ്ഞു നടന്നു. തങ്ങളുടെ വഴികൾ താൽക്കാലികമായെങ്കിലും ഇവിടെ വേർപിരിയാൻ പോവുകയാണെന്ന് അവൾ അറിഞ്ഞില്ല. അവളെ ഇനി തനിക്ക് തിരികെ കിട്ടാൻ താൻ എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്നും അവൻ ഈ നിമിഷം തിരിച്ചറിഞ്ഞു. കാരണം അവൾ നടന്നകലുമ്പോൾ അവന്റെ ഹൃദയം അസാധാരണമായി മിടിച്ചു. ഒന്നും അറിയാത്ത ഒരു കുരുന്നു ജീവൻ ഇതൊന്നും അറിയാതെ അവളുടെ വയറ്റിൽ മിടിക്കാൻ തുടങ്ങിയിരുന്നു. പ്രണയാന്തരം. ഹായ് ഫ്രണ്ട്സ്, സിദ്ധിയാണ്. നമ്മുടെ പുതിയ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഹർഷന്റെ സാക്ഷി. ഇതൊരു നോൺ ലിനിയർ സ്റ്റോറിയാണ്. ഈ കഥ പ്രസന്റ് ആൻഡ് പാസ്റ്റ് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ്. അടുത്ത കുറച്ച് പാട്ടുകൾ കഥ ആരംഭിക്കുന്നതാണ്. പ്രണയത്തിന്റെ പല കാലഘട്ടങ്ങളും ഭാവങ്ങളും ഈ സ്റ്റോറിയിൽ വരുന്നതാണ്. നിങ്ങൾ എല്ലാവരും സ്നേഹാദരം സപ്പോർട്ട് ചെയ്ത പോലെ ഈ സ്റ്റോറി സപ്പോർട്ട് ചെയ്യണേ.